ക്ലിനിക്കലി ചിന്തിച്ചാലും കുഹാസിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേതാ? അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ. അത് നമുക്ക് ആദ്യം ഒരു കേസായിട്ട് തുടങ്ങാം. 28-year-old മെയിൽ പ്രസൻറ്റ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഫീവർ, ബോൺ പെയിൻ സിൻസ് 3 weeks, ജനറലൈസ്ഡ് ലിംഫനോപ്പതി, പർപ്യൂറോ ഓവർ സ്ട്രങ്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. കാരണം ഈ ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസിൻ്റെയും എടുക്കൽ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഈ മൊത്തം ക്വസ്റ്റ്യൻ ഓവറോൾ വായിക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ കീ പോയിന്റ്സ് വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഏതൊക്കെ? ഫീവർ, ബോണി പെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഫിൽട്രേഷൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ സിൻസ് 3 weeks, അത് അക്യൂട്ട് എപ്പിസോഡാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജനറലൈസ്ഡ് ലിംഫനോപ്പതി, പർപ്യൂറൻ. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയെ പറ്റി പറയാം. അപ്പോൾ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് കംപ്ലീറ്റ് ഡെവലപ്ഡ് സ്റ്റേജിന് ആവുന്നതിന് മുന്നേ കുറേ പ്രിക്കേഴ്സ് സ്റ്റേജിലുണ്ട്. ഈ പ്രിക്കേഴ്സ് സ്റ്റേജ് ആകുമ്പോൾ ഇതൊരു അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ മര്യാദയ്ക്ക് ചെയ്യത്തില്ല. ഈ പ്രിക്കേഴ്സ് സ്റ്റേജ് അനാവശ്യമായിട്ട് പ്രൊലിഫറേറ്റ് ചെയ്യുക, എക്സസീവ് പ്രൊലിഫറേഷൻ. അതാണ് അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ സംഭവിക്കുന്നത്. നോക്കിയോ, ഫെയിലിയർ ഓഫ് മെച്ചുറേഷൻ ആൻഡ് പ്രൊലിഫറേഷൻ ഓഫ് ല്യൂക്കോസൈഡ് പ്രിക്കേഴ്സസ്, ഇൻക്രീസ്ഡ് ഇമ്മച്യൂർ WBC കൗണ്ട്. ഓക്കെ, ഇതാണ് സംഭവം. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് നീങ്ങാം. ക്ലാസിഫിക്കേഷൻ നമുക്ക് മെയിൻലി FAB ക്ലാസിഫിക്കേഷൻ ഉണ്ട്, WHO 2016 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, WHO 2023 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് FAB ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ M1, M3, M4, M5, M6, M7 കണ്ട. ഇനി അതിന് എന്തൊക്കെയാണ് ഉള്ളത്? മൈലോബ്ലാസ്റ്റ്, പ്രോമൈലോസൈറ്റ്, മൈലോമോണോസൈറ്റ്, മോണോസൈറ്റ്, എറിത്രോയിഡ്, മെഗാകോരിസൈറ്റ്. ഇത് ഇങ്ങനെ തന്നെ ഒരു സ്ട്രക്ചറായിട്ട് പഠിക്കണം. നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി ഈ ഒരു ലെസൺ പഠിക്കുമ്പോൾ. കാരണം നമ്മൾ കുറേ മഗപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം സിംപ്ലിഫൈ ആയിട്ട് തരാം. കാരണം പല കാര്യങ്ങളും നമ്മൾ കമ്പയർ ചെയ്താണ് പോകുന്നത്. ഈ ഒരു സീക്വൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓരോരോ ഏരിയ വരുമ്പോഴത്തേക്ക്. ഓക്കെ, ഇനി 2016 നമ്മൾ പരിപാടി നോക്കാം. AML വിത്ത് റെക്കറൻറ്റ് ജെനറ്റിക് അബ്നോർമാലിറ്റി, ബ്ലാസ്റ്റൽസ് ഗ്രേറ്റർ ദാൻ 20%, പിന്നെ AML MDS റിലേറ്റഡ്, AML തെറാപ്പി റിലേറ്റഡ്. ഇതാണ് നമ്മൾ പോർ പ്രോഗ്നോസ് ടൈപ്പ്. പിന്നെ AML നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, പിന്നെ മൈലോയിഡ് സാർക്കോമ. ഇതൊരു സെറ്റ് പഠിക്കുക. ഈ സെറ്റ് പഠിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഇത് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. പിന്നെ ലാസ്റ്റ് AML ഡിഫൈൻഡ് ബൈ ഡിഫറൻഷിയേഷൻ, ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ മൈലോയിഡ് സാർക്കോമയ്ക്ക് പകരം. അപ്പോൾ ഏകദേശം നമ്മൾ ക്ലാസിഫിക്കേഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു മോഡ്യൂളിലേക്ക് നീങ്ങാം. ഇനി AML റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് ശരിക്കും നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്. എക്സ്പോഷർ ആകാം, കണ്ടീഷൻസ്, അതർ ഫാക്ടേഴ്സ്, മറ്റു പല കാര്യങ്ങൾ. ഇപ്പോൾ പറഞ്ഞുള്ള എക്സ്പോഷർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒബ്വിയസ്ലി അയണൈസിങ് റേഡിയേഷൻ എക്സ്പോഷേഴ്സ്, തെറാപ്യൂട്ടിക് റേഡിയേഷൻസ്, ബെൻസീന്, കീമോതെറാപ്പിക് എക്സ്പോഷേഴ്സ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി കണ്ടീഷൻസ് നമ്മൾ പറയുന്നതാണ് ജെനറ്റിക്കൽ ഡിസോർഡേഴ്സ് ആണ്. എന്തൊക്കെയാണ്? ഡൗൺ സിൻഡ്രോം, പാങ്കോണി അനീമിയ, ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം, അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ അക്വ ഡിസോർഡേഴ്സ്, അപ്ലാസ്റ്റിക് അനീമിയ പോലത്തെ കണ്ടീഷൻസ്. പിന്നെ പ്രീവിയസ് ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസ് ലൈക്ക് MDS, അതായത് മൈലോഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തലയുണ്ടായാൽ നമുക്ക് കുറച്ച് പഠിക്കാവുന്നതാണ്. പിന്നെ അതർ ഫാക്ടേഴ്സ് നമുക്ക് ആലോചിച്ച് എഴുതാൻ ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടും. അഡ്വാൻസ്ഡ് ഏജ്, പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ലുക്കീമിയ, പിന്നെ സ്മോക്കിങ്, ഒക്കുപേഷൻ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു GP സെറ്റപ്പിലോ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ലാബ് റിപ്പോർട്ടോടെ കുറേ ആൾക്കാർ വരും. അത് നമുക്ക് അനീമിയ ഉണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ നോർമലായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ചില കേസിൽ അനീമിയ, WBC കൗണ്ട് കുറവ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവ്, അങ്ങനെ ഒരു സെറ്റായിട്ട് വരും. അപ്പം നമ്മൾ അത് കുഴപ്പമില്ല, ഇത് സാധാ അനീമിയ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല. കാരണം പേഷ്യൻ്റ് ചിലപ്പം ഈ AML ആയിരിക്കും, നമ്മളത് മിസ് ചെയ്ത് പോകും. അപ്പോൾ പേഷ്യൻ്റെ ഡെത്ത് വരെ കാരണമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വളരെ വിജിലൻ്റ് ആയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അനീമിയ, ന്യൂട്രോപ്പീനിയ, ത്രോംബോസൈറ്റോപീനിയ. അനീമിയയുടെ ഫീച്ചേഴ്സ് നമ്മൾ ആൾ ക്ഷീണിച്ചിരിക്കും, ഡിസ്നി ഓൺ എക്സേഷൻ, പിന്നെ ഫറ്റീഗ്, വീക്ക്നെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ന്യൂട്രോപ്പീനിയ അറിയാലോ, ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് അറിയാവുന്നതിലൊക്കെ ഇരിക്കും. പിന്നെ ത്രോംബോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നേരത്തെ ഉണ്ടായിരുന്ന ഈ പെറ്റക്കിയ, എക്കിമോസ്, എപ്പിസ്റ്റാക്സ്, പിന്നെ നമ്മളെ ഇൻട്രാക്രിനൽ ബ്ലീഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇൻഫിൽട്രേഷൻ ആണെന്നതിൻ്റെ പ്രധാന പരിപാടി ഏതൊക്കെയാണ്? ബോൺ പെയിൻ ഉണ്ടാകുന്ന കാരണം ബോണിൽ ഇൻഫിൽട്രേഷൻ, പിന്നെ സ്റ്റേണൽ ടെൻഡനസ്. ഓക്കെ, ഇനി ലൂക്കോസ്റ്റാസ് എന്താ ശരിക്കും? ഈ പ്രിക്കേഴ്സ് സെൽസ് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ കാര്യം. ഈ പ്രിക്കേഴ്സ് സെൽസിൻ്റെ അളവ് ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് ഈ ബ്ലഡ് ഒഴുകുന്നതിനൊരു സ്റ്റാസ് ഉണ്ട്. അതാണ് സംഭവം. ഈ ബ്ലാസ്റ്റ് സെൽസ് ഒരു 50,000 മുകളിൽ കൂടും. അപ്പോൾ ഈ സ്റ്റാസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ്? സെറിബ്രൽ ഉണ്ട്, പൾമണറി ഉണ്ട്. സെറിബ്രലായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വരാം? ഹെഡ് ഏക്ക്, കൺഫ്യൂഷൻ, വിഷ്വൽ ഡിസ്റ്റർബൻസ്, അതൊക്കെ വരാം. ഓക്കെ, ഇനി പൾമണറി ചിന്തിച്ചിരിക്കുമോ? ഡിസ്നിയ, ടക്കീപ്നിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ക്വാഗുലോപ്പതി എന്താ അവിടെ?
കോയാഗുലോപ്പതി ഇവിടെ വരുന്നത് DIC ആണ്, ഡിസെമിനേറ്റർ ഇൻട്രാവാസ്കുലർ കോയാഗുലോപ്പതി. അതെന്താ സംഭവം? അതിനകത്ത് ഈ പറഞ്ഞ ഈ ഒരു ടൈപ്പ് AML M3 കുറേ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എന്ത് പറ്റും? ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് യൂട്ടിലൈസ് ചെയ്ത് അവസാനം പിന്നെ അങ്ങ് ബ്ലീഡ് ആവും. കാരണം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ലല്ലോ, ഇങ്ങനെ ബ്ലീഡായി വന്നുകൊണ്ടിരിക്കും. പിന്നെ പ്രൈമറി ഫൈബ്രോലൈസിസ്. അതെന്താ സംഭവം? ഈ ഫൈബർ ഡെപ്പോസിറ്റ് ചെയ്ത സാധനം ഇല്ലേ, പൊട്ടിക്കും. അതാണ് പ്രൈമറി ഫൈബ്രോലൈസിസ്. ഓക്കെ, ഇനി എക്സ്ട്രാ മെഡുലറി ഇൻഫിൽട്രേഷൻ. ഞാൻ പറഞ്ഞ ഇതൊരു ഇൻഫിൽട്രേറ്റീവ് പ്രശ്നങ്ങളുള്ള അസുഖമാണ്. ഗംസി കയറി ഇൻഫിൽട്രേറ്റ് ആകും. അപ്പോൾ എന്ത് പറ്റും? ജിഞ്ചിവൽ ഹൈപ്പർട്രോഫി സംഭവിക്കും. ഇനി സ്കിന്നിൽ ഇൻഫിൽട്രേറ്റ് ആയതോ ക്ലോറോമ. ഇനി ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി വരാം, ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി വരാം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇനി ലുക്കീമിക് മെനിഞ്ചൈറ്റിസ്. എന്താ സംഭവം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് പോലെ വല്ല കാര്യങ്ങളാണ്. ഇതൊരു വളരെ റെയർ ആയിട്ടുള്ള സംഭവമാണ്. അതെന്തൊക്കെയാണ്? ഹെഡ് ഏക്ക്, നോസിയ, പെപ്റ്റൈഡിമ, മെനിഞ്ചൈറ്റിസ് ഫീറ്റേഴ്സ് വരാം. പിന്നെ ലുക്കീമിക് ബ്ലാസ്റ്റ്, പ്രോട്ടീൻ്റെ എമൗണ്ട് കൂടാം, പിന്നെ ഗ്ലൂക്കോസിൻ്റെ അക്കൗണ്ട് കുറയാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ക്ലോറോമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ടിഷ്യൂ മാസ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ക്ലോറോമ നമുക്ക് ക്ലിനിക്കലി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. കണ്ട, ഇതാണ് ഏകദേശം ക്ലോറോമയുടെ പിക്ചർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെറ്റബോളിക് അബ്നോർമാലിറ്റി എന്ത് വരാം? ഹൈപ്പർ യൂറേസീമിയ വരാം, ഇംഗ്ലീഷ് സിറം ട്രാൻസമിനേസ് വരാം, LDCനുള്ള ഗുണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വിളിക്കുക. ഇനി ഇൻവെസ്റ്റിഗേഷനിലേക്ക് കടന്നാലോ? ബ്ലഡ് പിക്ചർ നോക്കി ഞാൻ പറഞ്ഞു പാൻസൈറ്റോപീനിയ ചിന്തിച്ചിരിക്കും നിങ്ങൾ. നോർമോസൈറ്റിക് നോമോകോപ്പിക് അനീമിയ, പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു, ടോട്ടൽ WBC കൗണ്ട് കുറയുന്നു. ഇനി പെരിഫറൽ സ്മിയറിൽ മോർഫോളജി, ഞാൻ പറഞ്ഞല്ലോ പ്രിക്കേഴ്സർ സെൽസിൻ്റെ അളവ് കൂടുതലാണെന്ന്. പ്രിക്കേഴ്സർ സെൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? മൈലോബ്ലാസ്റ്റ്, പ്രൊമൈലോസൈറ്റ്, അങ്ങനെ അതുപോലത്തെ സെൽസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മോർഫോളജിക്കൽ കുറച്ച് ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം AML നമുക്ക് പലപ്പോഴും ഈ പെരിഫറൽ സ്മിയർ വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഈ സെല്ല്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയർ, ഔർ റോഡ്സിൻ്റെ ഒരു ഇത് വെച്ചാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ തന്നെ ഒരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സൈറ്റോളജിയിലേക്ക് നീങ്ങാം. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കേഴ്സ് ഉണ്ട്. കുറച്ച് മാർക്കേഴ്സ് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ്? അത് മൈലോപെറോക്സൈഡേസ്, സുഡാൻ ബ്ലാക്ക്, NSE, പാസ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞതിൻ്റെ മാർക്കേഴ്സ്. അത് MPO, സുഡാൻ ബ്ലാക്ക് ഒട്ടുമിക്ക എല്ലാത്തിനും പോസിറ്റീവ് ആയിരിക്കും. ഈ ചില ടൈപ്പുകളിൽ ഈ NSEയും പാസും പോസിറ്റീവ് ആയിരിക്കും, ഓർക്കുക. പിന്നെ ഇമ്മ്യൂണോ ഫീനോടൈപ്പിംഗ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇമ്മ്യൂണോ ഫീനോടൈപ്പിംഗ് പഠിക്കാൻ തന്നെ മടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് കുറേ ഉണ്ട്, ഇനി കുറേ കാണാപ്പാടം പഠിക്കണം. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ പഠിച്ച ഒരാൾക്ക് സംബന്ധിച്ചോളം ഇമ്മ്യൂണോ ഫീനോടൈപ്പിംഗ് പഠിക്കാൻ വലിയ പാടില്ല. അത് ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ മൈലോബ്ലാസ്റ്റ്, പ്രൊമൈലോസൈറ്റ്, മൈലോമോണോസൈറ്റ്, മോണോബ്ലാസ്റ്റ്, അങ്ങനെ ഒറ്റ സ്ട്രക്ചർ ഇങ്ങനെ എഴുതി പോവുക. അങ്ങനെ കൂടുതൽ എറിത്രോൾ ലുക്കീമിയം, മെഗാകാരിസൈറ്റിക്, അത് എഴുതുക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ 7 സാധനങ്ങൾ അങ്ങനെ എഴുതുക. പിന്നെ ഈ CD13 CD33 ഈ സാധനം കണ്ട, ഇത് ഒട്ടുമിക്ക എല്ലാത്തിനും ഉണ്ട്. അവസാനത്തെ 2 ഒഴിച്ച് അവസാനത്തെ 2 നിങ്ങൾ കാണാപ്പാടം പഠിക്കുന്നത് ഏതൊക്കെയാണ്? ഗ്ലൈക്കോഫോറിനും, സ്പെക്ട്രനും, CD41, CD61. ബാക്കിയെല്ലാം മറ്റേ CD13, 33 ഉണ്ട്. അതോടൊപ്പം നിങ്ങൾ പ്രോമൈലോസൈറ്റ് ഒഴികെ ബാക്കിയെല്ലാത്തിനും CD11B ഉണ്ട്. അതുപോലെ തന്നെ HLA-DR ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത സംഭവം സൈറ്റോജെനിക്സ്, മോളിക്കുലർ ജെനിക്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈറ്റോജെനിക്സ്, മോളിക്കുലർ എന്താ സംഭവം? ട്രാൻസ്ലോക്കേഷൻ 821 സംഭവിക്കാം, 1616 സംഭവിക്കാം, 1922 സംഭവിക്കാം. ഇതിനകത്ത് മോശം അവസ്ഥയെന്ന് പറയാൻ എന്തൊക്കെയായിട്ടുള്ളത്? 922 ബാഡാണ്, C-KIT ബാഡാണ്, ബാക്കി നമ്മൾ പറഞ്ഞ മ്യൂട്ടേഷൻസ് ഒക്കെ കുഴപ്പമില്ലാത്തതാണ്. ഇതും ബാഡാണ്. FLT3 ITD മ്യൂട്ടേഷൻ. നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്രയും മ്യൂട്ടേഷൻ ഞാൻ മെൻഷൻ ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നു, അതൊക്കെ റിക്ലക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് നിങ്ങൾ എടുക്കുക, അത് റിക്ലക്ട് ചെയ്യുക, എഴുതുക. മാക്സിമം പോയിന്റ്സ് ഒബ്വിയസ്ലി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്, കാരണം കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് AML ട്രീറ്റ്മെൻറ്റിലേക്ക് നടക്കാം. ഇനി ആദ്യമേ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ. അതെന്താ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈ റിസ്ക് കേസാണോ ലോ റിസ്ക് കേസാണോ നമുക്ക് സ്ട്രാറ്റിഫൈ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ്. അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് മാറും. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് റിസ്ക് ആയിട്ടുള്ള കേസ് അതൊക്കെയാണ് 821, 16, പിന്നെ 60 ഇയേഴ്സിൻ്റെ അടിയിലും ഇങ്ങനെ ഈ ലോ റിസ്ക് മ്യൂട്ടേഷൻസ് ഒക്കെയാണ് കാര്യം. പിന്നെ ഹൈ റിസ്ക് ഇതിൽ പെടാത്തതെല്ലാം ഹൈ റിസ്ക് ആണ്. ഓക്കെ, ഇനി നമ്മൾ കീമോതെറാപ്പി തുടങ്ങുകയാണ്. ഓക്കെ, ഇൻഡക്ഷൻ ഫേസിൽ ഏതൊക്കെയാണ്? 7+3 റെജിമെൻ, 2 സൈക്കിൾ, അതാണ് സംഭവം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുക. ഇൻഡക്ഷൻ ഫേസ് 7+3 റെജിമെൻ, സൈട്രാബിൻ, ഡൗണറോബിസിൻ നമ്മുടെ തലയിൽ എപ്പോഴും വേണത്. ഇനി 7 days കണ്ടിന്യൂസ് ലോ ഇൻഫ്യൂഷൻ, ലോ ഡോസ് പോവുക. ഇനി IV for 3 days ലോ ഡോസ് പോകുക. എന്തിനാണ്? ഡൗണറോബിസിന്. കാർഡിയോടോക്സിക്കും റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എക്കോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് ആണ്. ശരിക്കും പറഞ്ഞാൽ ബോൺമാർ ഒന്ന് മര്യാദയ്ക്ക് ഈ പറഞ്ഞ കീമോതെറാപ്പി റെസ്പോണ്ട് ചെയ്ത് ശരിക്കും ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി 10-14 ദിവസം എടുക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ആയിട്ട് ഇൻഫെക്ഷൻ റിസ്ക് ഹൈ ആണ്, മോർട്ടാലിറ്റി റിസ്ക് ഹൈ ആണ്. പിന്നെ ഇൻഫെക്ഷൻ റിസ്ക് കാരണം ആൻറ്റിബയോട്ടിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫോളോ അപ്പ്, എൻ്റെ കാര്യങ്ങളുടെ ബേസിലുള്ള കാര്യങ്ങൾ. പിന്നെ ടാർഗറ്റിൽ 1-2 ഡ്രഗ്സ് ജസ്റ്റ് ടേംസ് ആലോചിക്കുക. മിഡോസ്റ്റൗറിന് ആലോചിക്കുക, വെനറ്റോക്ലോക്സ് ആലോചിക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുത്ത കീമോതെറാപ്പിക്ക് ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഒക്കെ നമുക്ക് അറിയണം. ഇവാലുവേഷൻ 2 cycles ഓഫ് ഇൻഡക്ഷൻ ബോൺ മാരോ ഇവാലുവേഷൻ നമ്മൾ ചെയ്യുന്നത്. അതായത്
പെർസെൻറ്റേജ് ഓഫ് ബ്ലാസ്റ്റൽസ് നോക്കുക. ലെസ് ദാൻ 5% ആണെങ്കിൽ ഗുഡ്, ഹെമറ്റോളജിക് റെമിഷൻ. ഗ്രേറ്റർ ദാൻ 5% ബാഡ്, ഇന്നെവിറ്റബിൾ ഡെത്ത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെന്താ ഇത്, മിനിമൽ റെസിഡുവൽ ഡിസീസ്. മിനിമൽ റെസിഡുവൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ശരിക്കും പറഞ്ഞ ഒരു റെമിഷൻ പോലെ നമുക്ക് തോന്നും, പക്ഷേ പേഷ്യൻറ്റ് റെമിഷൻ ആയിരിക്കത്തില്ല. അതങ്ങനെ മനസ്സിലാക്കുക. ലെസ് ദാൻ 0.01% ബ്ലാസ്റ്റ് ഇൻ മാരോ. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടത് ജസ്റ്റ് കൺസൾട്ടേഷൻ ഫേസിലേക്ക് പോവാം. ഗ്രേറ്റർ ദാൻ 0.01% ബ്ലാസ്റ്റൽസ് അത് MRD പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ബാഡ് പ്രോഗ്നോസാണ്. MRD പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ബാഡ് പ്രോഗ്നോസ് ആയിരിക്കും. MRD നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഇൻഡക്ഷൻ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചല്ലോ, നമുക്ക് കൺസൾട്ടേഷനിലേക്ക് പോവാം. ഇനി കൺസൾട്ടേഷൻ ഫീസ് ഏതൊക്കെയാണ്? നമ്മൾ ഈ അലോജനിക് ആയിട്ടുള്ള നമ്മൾ ഹെമറ്റോപോയിസ് സ്റ്റം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ അത് ചെയ്യാം. പിന്നെ ഹൈ ഡോസ് സൈട്രാപ്പിംഗ് കൊടുക്കാം. അതാണ് നമ്മൾ വ്യത്യാസം വരുന്നത്. ഇനി പേഷ്യൻറ്റ് അൺഫിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താ ചെയ്യുക? ഹൈപ്പോമിത്തൈറ്റിക് ഏജൻസ് കൊടുക്കുക, വെൻറ്റോക്ലോസ് കൊടുക്കുക. ഹൈപ്പോമിത്തൈറ്റിക് ഏജൻറ്റായിട്ട് ഓർത്തിരിക്കാം, അസോസൈറ്റിന് ഓർത്തിരിക്കാമല്ലോ. പിന്നെ ന്യൂ ഡ്രഗ്സ് ഞാൻ 2 കൊടുത്തിട്ടുണ്ട് ഇവിടെ, പക്ഷെ നിങ്ങൾക്ക് ഓർക്കാമെന്ന് പറഞ്ഞാൽ ഓർത്തോ. ഞാനിവിടെ ഓർക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സാധനമാണ് എവോ സൈഡിനിപ്പ്. ഇങ്ങനെ നമ്മൾ മാക്സിമം ഡ്രഗ്സ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് കുറച്ച് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് അല്ല, നമ്മൾ എക്സാമിനറിന് കൂടുതൽ നമ്മുടെ പേപ്പർ നോക്കുമ്പോൾ കുറച്ച് ഇമ്പ്രഷൻ കിട്ടാൻ നല്ലതാണ്. ഓക്കെ, താങ്ക് യു.